അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം ചടങ്ങിനുള്ള ചെലവ് കണ്ടെത്താൻ ഫണ്ട് വകമാറ്റൽ. പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് 1.5 കോടി രൂപ വകമാറ്റിയാണ് പണം കണ്ടെത്തിയത്. തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. ചടങ്ങിലേക്ക് ആളെ കൂട്ടാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ക്വാട്ട നിശ്ചയിച്ചും ഉത്തരവിറക്കി. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, ഇതിപ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനം ഇന്നിപ്പോൾ നടന്നിരിക്കുന്നു. ഇതാ വലിയൊരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്നു. അതിനിടയിലാണ് ഈ പ്രഖ്യാപന ചടങ്ങിനുള്ള ചെലവ് കണ്ടെത്താനുള്ള ഫണ്ട് വകമാറ്റി എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നത്. ഇത് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്? ഇത് ഏതിൽ നിന്നാണ് ഈ വകമാറ്റൽ നടന്നിരിക്കുന്നത്? രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി കേരളത്തെ ഇന്ന് രാവിലെ ചേർന്ന പ്രത്യേക നിയമസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അതിൻ്റെ ചടങ്ങുകളൊക്കെ അതിഗംഭീരമായി തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിന് 1.5 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ആ 1.5 കോടി രൂപ വകയിരുത്തിയത് മറ്റൊരു വകുപ്പിൻ്റെ ഫണ്ടിൽ നിന്നാണ്. ആ ഫണ്ടാവട്ടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് പാർപ്പിടം ഉണ്ടാക്കി നൽകുന്നതിന് വേണ്ടി വകയിരുത്തിയ ഫണ്ടിൽ നിന്നാണ് ഈ 1.5 കോടി രൂപ ഈ ആഘോഷ പരിപാടിയിലേക്ക് വകമാറ്റിയിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു വിരോധാഭാസം. അതായത് ആകെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന 2025-26 വർഷത്തിൽ, സാമ്പത്തിക വർഷത്തിൽ 52.80 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി മാറ്റിവെച്ചിരുന്നത്. അതിൽ നിന്നാണ് 1.5 കോടി രൂപ ഈ ആഘോഷ ചടങ്ങുകൾക്കായി ഇപ്പോൾ വകമാറ്റിയിരിക്കുന്നത്. അത് വകമാറ്റിക്കൊണ്ട് അതിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറി അനുപമ TV IAS ഇറക്കിയ ഉത്തരവിൻ്റെ പകർപ്പാണ് നമ്മൾ അടക്കം എല്ലാവരും അല്പസമയം മുമ്പ് കുറച്ച് സമയമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടൊരു കത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് ധനവകുപ്പിൽ നിന്ന് ലഭിക്കുന്നു. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 25-ാം തീയതി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേരുകയും ആ വർക്കിംഗ് ഗ്രൂപ്പ് ഈ തുക 1.5 കോടി രൂപ മാറ്റാൻ അനുവദിക്കുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ ഞാനതാണ് പറയുന്നത്. അതായത് ഒരു സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ വേണ്ടി നടത്തുന്ന ചടങ്ങിൻ്റെ തുക കണ്ടെത്തിയത് പോലും മറ്റൊരു ദരിദ്രർക്ക് പാർപ്പിടം ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ചിരുന്ന തുകയിൽ നിന്നാണ് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയം കഴിഞ്ഞ കുറച്ച് ദിവസമായി പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഉയർത്തിയ വിഷയമല്ല, അതിനപ്പുറത്തേക്ക് ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പുണ്ടായ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ പ്രഖ്യാപനങ്ങൾ നടക്കുമ്പോൾ ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ചോദ്യം. അന്ന് പ്രതിപക്ഷം തന്നെ ആശങ്കപ്പെട്ടത് മറ്റ് വികസന പദ്ധതികൾക്കായി ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ള തുക, ആ തുക വകമാറ്റി ഈ പെൻഷനും അതുപോലെ DA വർധനവും അടക്കം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ക്ഷേമ പദ്ധതികൾക്കായി വകമാറ്റും എന്നതായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ആക്ഷേപം. ആ ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന. സുനിൽ, ഒരു സംശയം ചോദിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫണ്ട് ശരിക്കും എവിടെ നിന്നായിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത്? ധനവകുപ്പ് തന്നെയാണ് ഇതിന്റെ ഫണ്ട് നൽകേണ്ടത്. പക്ഷേ ധനവകുപ്പിന്റെ കയ്യിൽ ഇതിന്റെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ധനവകുപ്പ് മറ്റു വകുപ്പുകൾക്ക് നിലവിൽ അനുവദിച്ച് നൽകിയിട്ടുള്ള ഫണ്ടുകളുണ്ടല്ലോ, ഓരോ പദ്ധതിക്കായി അനുവദിച്ച് നൽകിയിരിക്കുന്ന ഫണ്ടുകൾ, ആ ഫണ്ടുകളിൽ നിന്ന് ഇത്തരം പരിപാടികൾക്ക് വേണ്ടി ധനവകുപ്പ് പണം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റ് വികസന പദ്ധതികൾക്ക്, മറ്റ് പൊതുപദ്ധതികൾക്ക് ഒക്കെ ആക്കി മാറ്റിവെച്ചിട്ടുള്ള, നിലവിലിപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള പണമുണ്ട്, തുകയുണ്ട്, വകയിരുത്തിയിട്ടുള്ള തുകയുണ്ട്. ആ തുകയിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരം മറ്റ് പദ്ധതികൾക്കായി ഫണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് 1.5 കോടി രൂപ ആവശ്യപ്പെടുന്നതും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇത്തരം ഒരു പദ്ധതിയിൽ നിന്ന്, അതായത് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകാൻ വേണ്ടി നിലവിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയിൽ നിന്ന് 1.5 കോടി രൂപ ഇവിടേക്ക് വകമാറ്റി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. സുനിൽ, അതുപോലെ തന്നെ ഈ ചടങ്ങിലേക്ക് ആളെ കൂട്ടാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ക്വാട്ട നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊക്കെയാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ക്വാട്ടക്കഥ? ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കും ഒരു വിചിത്ര ഉത്തരവ് നൽകുന്നത്. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, ഈ മന്ത്രിമാരൊക്കെ
പഞ്ചായത്തുകളിൽ പരിപാടിക്ക് വരുമ്പോൾ അതിലേക്ക് ആശാ വർക്കർമാരും അതുപോലെ കുടുംബശ്രീ പ്രവർത്തകരും ഒക്കെ വരണമെന്ന് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും ഒക്കെ നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏതാണ്ട് അതിന് സമാനമായ ഒരു സാഹചര്യമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയുടെ ഈ ഉത്തരവ് എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഓരോ ആളുകളും ഇത്ര ആളുകളെ ഇന്നത്തെ പരിപാടിയിലേക്ക് കൊണ്ടുവരണം, ഓരോ തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും ഇത്ര ആളുകളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഉത്തരവ് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു കണക്ക് കൃത്യമായി ഉണ്ട്. അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് എത്ര, നഗരസഭ എത്ര, അതിൻ്റെ ഒരു കണക്കുണ്ട്. ആ കണക്കിലേക്ക് ഞാൻ വരാം. അതായത് ഒരുപക്ഷെ ഇന്ന് 40,000 പേരെയാണ് ഈ പരിപാടിയിലേക്ക് പ്രതീക്ഷിക്കുന്നത്. ആ 40,000 പേരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ആളുകൾ തന്നെ കൊണ്ടുവരണം. അതിൻ്റെ ചുമതല അതായത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ സെക്രട്ടറിമാർക്ക് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് കോട്ട നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ഉത്തരവാണ് മീഡിയ വൺ പുറത്തുവിട്ടത് അല്പസമയം മുമ്പ്. അതായത് ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 200 പേർ, ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 100 പേർ, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 300 പേർ, ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ള കോട്ട. അതിൻ്റെ കൂടെ തിരുവനന്തപുരം നഗരസഭ ഒരു വാർഡിൽ നിന്ന് 100 പേര് വീതം 10,000 പേരെ കൊണ്ടുവരണം എന്നുള്ള ചുമതല തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. ഇതിൽ കുടുംബശ്രീയുടെ പ്രവർത്തകർ, അംഗനവാടി പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, എല്ലാ മേഖലയിലെയും കരാർ ജീവനക്കാർ, CDS വർക്കേഴ്സ്, മറ്റ് ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാർ ജോലികൾ ചെയ്യുന്ന മുഴുവൻ ആളുകളും, തദ്ദേശ സ്ഥാപനത്തിൻ്റെ പ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവരൊക്കെ നിർബന്ധമായും ആ പരിപാടിക്ക് എത്തണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതുമാത്രമല്ല, ഈ ആളുകൾ ഇതിൽ രസകരമായ വസ്തുത എന്ന് പറയുന്നത് ഈ വരുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഗൂഗിൾ ഷീറ്റിലൂടെ നേരത്തെ തന്നെ വാങ്ങിവെക്കുകയും ചെയ്തു. അതായത് ഓരോ പഞ്ചായത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ തന്നെ നേരത്തെ തന്നെ തദ്ദേശ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി വാങ്ങിവെക്കുകയും ചെയ്തു. അങ്ങനെ നിർബന്ധപൂർവ്വം ആളുകളെ ഈ പരിപാടിക്ക് കൂട്ടാനുള്ള ചുമതല അതായത് സെക്രട്ടറിമാർക്ക് വീതിച്ച് നൽകുന്ന വിചിത്രമായ ഒരു ഉത്തരവാണ് ഈ ഇത്തരത്തിൽ തദ്ദേശ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. 3:30 മണിയാകുമ്പോഴേക്കും ഈ 40,000 പേരും സദസ്സിൽ ഉണ്ടാകണമെന്ന കൃത്യമായ നിർദ്ദേശവും ഈ ഉത്തരവിലുണ്ട്. കഴിഞ്ഞ 25-ാം തീയതിയാണ് ഈ ഉത്തരവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി അയച്ചു നൽകിയത്.